ശ്രീ ഭുവനേന്ദ്രൻ നായർ, സ്വാഗതം ABC മലയാളത്തിലേക്ക്. ഈ ഒരു ഞെട്ടലിൽ നിന്ന് ഇന്ത്യ ഇപ്പോഴും അങ്ങോട്ട് മാറിയിട്ടില്ല. എന്നാലും പല പ്രശ്നങ്ങളും ഇതിനു മുമ്പും ഉണ്ടായപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചിട്ടുണ്ട് മോദി സർക്കാർ. ഇനി അതുകൊണ്ട് എന്തായിരിക്കും ഇന്ത്യയുടെ നീക്കം എന്നുള്ളതിൽ വളരെ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ് രാജ്യം മുഴുവൻ. എന്തായിരിക്കും എന്ന് തോന്നുന്നു? നമ്മൾ ഈ ഒരു നീക്കത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചെറിയൊരു ബ്രീഫ് ഒരു ഐഡിയ നമുക്ക് എങ്ങനെയാണ് ഈ സമയത്ത് ഇത് പ്ലാൻ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഈ അവസരത്തിൽ അവർക്ക് ഇങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ട്. കാരണം 2019 ശേഷം, പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ ഉണ്ടായതിന് ശേഷം സ്റ്റോൺ ബെൽറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കുറഞ്ഞിരിക്കുന്ന അവസരത്തിൽ കുട്ടികളൊക്കെ, അവിടുത്തെ യൂത്തൊക്കെ നോർമൽ ലൈനിലേക്ക്, ജീവിത രീതിയിലേക്ക് വരാൻ ശ്രമിക്കുന്നു. അവർക്ക് ജോലികളൊക്കെ ആകാംക്ഷയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. വിനോദസഞ്ചാരികൾ കൂടുതൽ ആ സ്ഥലത്തേക്ക് പോയി തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ ഈ സമയത്ത് പാകിസ്ഥാൻ ഇത് ചെയ്യണമെങ്കിൽ വാട്ട് ക്യാൻ ബി ദ റീസൺ എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടുണ്ട്. ഞാനീ പറഞ്ഞത് ഒരു പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ഇപ്പം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് JD വാൻസിൻ്റെ അമേരിക്കൻ വൈസ് പ്രസിഡൻ്റ് വിസിറ്റ്. നമ്മുടെ ഒരു സ്ട്രാറ്റജിക്കൽ ഒരു അഡ്വാൻറ്റേജും അതേ ചൈനയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പുതുക്കി വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു അവസരം. അപ്പം അദ്ദേഹം ഇന്ത്യയിലുള്ളപ്പോൾ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ അത് അമേരിക്കയ്ക്ക് തന്നെ ഒരു ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയായിട്ട് വന്നുകൂടെ എന്നൊരു സംശയം. അതുകൂടാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ മോദിജി ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് പോയി അവിടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും, ഇൻഫാക്റ്റ് ഗൾഫ് കൺട്രീസുമായിട്ട് നമ്മുടെ റിലേഷൻസ് കൂട്ടുന്നതിനും അതിലൂടെ പാകിസ്ഥാനെ വേണമെങ്കിൽ ഐസൊലേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു രൂപത്തിലേക്ക് കടന്നിരിക്കുന്നൊരവസരം. ഇതുകൂടാതെ വളരെ പ്രത്യേകിച്ച് ഈ ഒരു അവസരം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അമർനാഥ് യാത്ര തുടങ്ങുന്ന ഒരവസരമാണ്. അപ്പോൾ ഈ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലം അമർനാഥ് യാത്രയുടെ ഒരു ബേസായിട്ടാണ് നമ്മൾ വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ വരാനും അവർക്കൊരു പേടി ഉണ്ടാക്കാനും അതിലൂടെ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്താനും ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ത്യക്ക് വലിയൊരു അടി ഉണ്ടായി എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുന്ന ഒരവസ്ഥയിലാണ് അവരിത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ എന്തുകൊണ്ട് പെഹൽഗാം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് പറയുമ്പോൾ, ഒന്ന് ഈ ഒരു അമർനാഥ് യാത്രയുടെ കാര്യം മാത്രമല്ല, അതൊരു സൗത്ത് കാശ്മീരിൻ്റെ ഒരു ടെററിസ്റ്റുകളുടെ ഒരു റൂട്ടാണ് ഇന്ത്യയിലേക്ക് വരാനെന്നുള്ള അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന പല റൂട്ടുകളിലൊന്നാണ്. നോർത്ത് കാശ്മീരിലേക്ക് വരുമ്പം അവർക്കൊരു റൂട്ടുണ്ട്, സൗത്ത് കാശ്മീരിലേക്ക് വരുമ്പം പെഹൽഗാം വഴി ഷോപ്പിയനിലേക്ക് പോകുന്ന ആ ഒരു റൂട്ട് അവർ മിക്കവാറും സമയത്ത് പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു റൂട്ടാണ്. പിന്നെ ഈ റൂട്ടിനുള്ള ഒരു അവർക്കുള്ള ഗുണം, ടെററിസ്റ്റിനുള്ള ഗുണമെന്ന് പറയുമ്പോൾ ഇതിലെല്ലാം കവേർഡായിട്ടുള്ള റൂട്ടുകളാണ്. ഈ മരങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ടും കവേർഡായിട്ടുള്ള റൂട്ടുകളാണ്. പല റൂട്ടുകളും അവർ ഡിസൈൻ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റൂട്ടുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ കൊണ്ടാണ് ഒരു പെഹൽഗാം തിരഞ്ഞെടുക്കുന്നതിന് കാരണം. ഇനി ഇന്ത്യൻ ആർമി എന്താണ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയും പണ്ടത്തെ ഇന്ത്യൻ ആർമി അല്ല ഇന്നത്തെ ഇന്ത്യൻ ആർമി എന്ന് പറയും. കാരണം വളരെയധികം വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഈ സ്ഥലത്തൊക്കെ ഞാൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. സിയാച്ചിൻ ഗ്ലേഷ്യറിൽ തന്നെ ഞാൻ നോർത്തേൺ ഗ്ലേഷ്യറിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അന്നൊക്കെ ഈ ഏരിയയിൽ 3 ഡിവിഷനിലുള്ള ആ ഏരിയയിൽ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ മിക്കവാറും ദിവസങ്ങൾ ബോംബാർഡ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ പാകിസ്ഥാനിൽ നിന്നുണ്ടാകുമ്പോൾ നമുക്കൊരു റിയാക്ഷൻ എടുക്കണമെങ്കിൽ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പെർമിഷൻ വാങ്ങിക്കണം. അതായത് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നോ നമ്മുടെ മുകളിലുള്ള ഏതെങ്കിലും ഒരു ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് പെർമിഷൻ കിട്ടിയാലേ നമുക്ക് തിരിച്ച് ഫയർ ചെയ്യാൻ പറ്റുന്നുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരവസ്ഥയല്ല. ഇന്നത് കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഇന്നതൊരു ലോവർ ലെവലിലേക്ക് തന്നെ തീരുമാനമെടുക്കാം, ലോക്കൽ ലീഡേഴ്സിന് തീരുമാനമെടുക്കാം എന്നുള്ള ചിന്താഗതിയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം ഇത് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇത് ഫേസ് ചെയ്യുന്ന ആൾക്കാർ വേണം, അല്ലെങ്കിൽ അവരുടെ തൊട്ട് മുമ്പിലുള്ള ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് വേണം അതിൻ്റെ തീരുമാനമെടുത്തിൻ്റെ റിയാക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കാരണം ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ആക്ടിവിറ്റി കഴിഞ്ഞ് അവർ നോക്കിയിരിക്കാനല്ല പോകുന്നത്. അവരുടെ എക്സിറ്റ് റൂട്ടിലൂടെ അവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഏരിയ കടന്നു പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് അവർ രക്ഷപ്പെടുന്നതിന് മുമ്പായിട്ട് അവരെ പിടിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾക്ക് ഫോളോ അപ്പ് ആക്ഷൻ ചെയ്ത് അവരെ പിടിക്കണം ഉള്ള ഒരു സിസ്റ്റം നമ്മളുണ്ടാക്കി. ഏതായാലും അതൊക്കെയാണ് മുമ്പ് നടന്നത്. ഇന്ന് അതൊക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു വിജിലൻ്റ് ആയിട്ടുള്ള ഒരു 24 hours സർവിലൻസ് ചെയ്തിട്ടുള്ള ഒരു ബോർഡറുണ്ട്. ആ ബോർഡർ കംപ്ലീറ്റ് ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റ്സ് വഴിയും സർവിലൻസ് എക്യുപ്മെൻറ്റ്സ് വഴിയും റഡാർ വഴിയും പിന്നെ
നമ്മുടെ മറ്റുള്ള വെപ്പണറി വഴിയും ഒക്കെ ഫിസിക്കലായിട്ടും ടെക്നിക്കലായിട്ടും ഒക്കെ കവർ ചെയ്തിരിക്കുന്ന, മിക്കവാറും എല്ലാ ഏരിയയും കവർ ചെയ്തിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു യൂണിഫൈഡ് കമാൻഡ് തന്നെയുണ്ട്. പണ്ട് അവിടെ ആർമി മാത്രമുണ്ട്. അവർ പീസ് ടൈമിൽ BSFനെ കൊണ്ട് ബോർഡർ കവർ ചെയ്യിപ്പിച്ചിട്ട് ഒരു ആക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ആർമി അതിട്ട് കുറയുന്ന സിസ്റ്റമായിരുന്നു നേരത്തെ നമുക്കുണ്ടായി. ഇപ്പോൾ ഒരു യൂണിഫൈഡ് കമാൻഡ് തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ അവിടെ BSF, ആർമി, പിന്നെ അവിടുത്തെ ലോക്കൽ പോലീസ്, പിന്നെ ഈ രാഷ്ട്രീയ പിന്നെ ആർമി എന്ന് പറയുന്ന എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു യൂണിഫൈഡ് കമാൻഡ്, ഒരു സീനിയർ മോസ്റ്റ് ആർമി കമാൻഡറിൻ്റെ കീഴിൽ തന്നെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ആർമി കമാൻഡറിന് അവരുടെ ചുമതലയുള്ള ഒരു കമാൻഡ് ആൻഡ് കൺട്രോളിൽ അവരെ കൺട്രോൾ ചെയ്ത് പോകാനുള്ള ഒരു അവസ്ഥ എപ്പോഴും അവർക്കവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം അത്ര പെട്ടെന്ന് ബോർഡർ കടന്ന് വരാനൊന്നും പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് ഇത് വന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള അഫെയറാണ്, വളരെ കാലങ്ങളായിട്ട് നടക്കുകയാണ്. നമ്മൾ പിന്നെ ചിന്തിക്കുമായിരിക്കും ഇപ്പോൾ നമ്മൾ കുറച്ച് ഈ ബോർഡറിൽ നമ്മൾ സർവിലൻസ് ചെയ്യുന്നില്ല എന്നോ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറയാമായിരിക്കാം. പക്ഷെ അതൊന്നും അല്ല കാരണം. നമ്മളിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് JNK എന്താണ് വളരെ മുമ്പോട്ട് പോയിരിക്കുകയാണ്. നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും പിന്നെ അവിടെ ലോക്കൽ ബോഡീസ് ഇലക്ഷൻ കഴിഞ്ഞ ശേഷമൊക്കെ വോട്ടേഴ്സ് പെർസെൻറ്റേജ് വളരെ കൂടി. ഇന്ത്യയുടെ ഒരു ഭാഗമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന പല രീതികളും മാറ്റി അവിടുത്തെ ചെറുപ്പക്കാരും മറ്റുള്ള ആൾക്കാരും എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഒരു ഫ്രീഡം അവർക്ക് കൊടുത്തു, അല്ലെങ്കിൽ അവർക്കൊരു എന്ത് ചെയ്യാനുള്ള ഒരു ഇത് കൊടുത്തു. ഇവിടെ നടന്നിരിക്കുന്ന ഒരു സോഫ്റ്റ് ടാർഗറ്റിനെയാണ് അവർ വർക്ക് ചെയ്തിരിക്കുന്നത്. സോഫ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സിവിലിയൻസ് ഒരു ആംഡ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് അല്ല. അവിടെ എന്തുകൊണ്ട് പഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞാൽ അവിടെ നല്ല അരുവികളുണ്ട്, നല്ല ലേക്സ് ഉണ്ട്. അവിടെ ഒരു പ്രത്യേക സ്പോട്ടായിട്ട് വളർത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അവിടെ ഏത് സമയത്തും ആൾക്കാർക്ക് പോയി സുഖമായിട്ട് ആ പഴയ JNK ഓർമ്മിക്കാനും പഴയ ജമ്മു കാശ്മീരിൻ്റെ ആ രീതികളിലേക്ക് വരാനും ഒക്കെ ഒരു ഏരിയ ആക്കിയെടുത്ത ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ അങ്ങനെ വളരെ ഭംഗിയായിട്ട് വെച്ച ഒരു അവിടെ ചെറിയ കുടിലുകളുണ്ട്. അവിടെ കുടിലുകളിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നല്ല കാലാവസ്ഥയാണ്. അവിടെ വണ്ടികൾ പോകില്ലെങ്കിലും അവിടെ കാൽനടയായിട്ടോ കുതിരപ്പടയായിട്ടോ ഒക്കെ കുതിരയുമായിട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ എങ്കിൽ തന്നെയും അവിടെയൊക്കെ താമസിച്ച് അവിടെ ഒരു സഞ്ചാരമൊക്കെ നടത്തി ഒരു വിനോദസഞ്ചാരത്തിന് ഏറ്റവും പറ്റിയ സ്ഥലമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത സ്ഥലമാണ് ഈ പഹൽഗാം എന്ന് പറയുന്നത്. അവരെ തന്നെ ടാർഗറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പം അത് വളരെ മോശമായിട്ടുള്ള ഒരു രീതി തന്നെയാണ്. ഒരു സോഫ്റ്റ് ടാർഗറ്റിനെ ടാർഗറ്റ് ചെയ്യാൻ വലിയ മിടുക്കന്മാരാകണമെന്നില്ല. ഒരു ഫയർ ചെയ്താൽ അവർക്കൊന്നും യാതൊന്നും അവിടെ പെട്ടെന്ന് തന്നെ അവർക്ക് അതിന് ഈൽഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവർ ചെയ്തത് ശരിയാണെന്നോ അല്ലെങ്കിൽ അവർ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം അവർ ചെയ്തിരിക്കുന്നത്, അവരിപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഒരു സ്പോൺസേഡ് ടെററിസം കൊണ്ട് നടക്കുന്ന ആളുകളായിട്ട് മുദ്ര കുത്താൻ പോകുന്നൊരവസ്ഥ വന്നിരിക്കുകയാണ്. ഇന്ത്യ അത് ചെയ്യണം. ഇന്ത്യൻ ആർമി ഒരു ഒഫെൻസീവായിട്ടുള്ള ഒരു ആക്ഷനിലേക്ക് പോകണം. ഡിഫെൻസീവായിട്ട് നമ്മുടെ നിലയിൽ നിന്ന് അവർ ഒരു കൺട്രോൾ ചെയ്യുന്ന രീതിയല്ല. നമ്മൾ പാകിസ്ഥാൻ്റെ സ്ട്രക്ചറിനെ തന്നെ ഒരു മിലിറ്ററി സ്ട്രക്ചറിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ അവരുടെ പിന്നെ സപ്ലൈ ലൈൻസ് കട്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോയി അവരൊരു പാഠം പഠിപ്പിക്കുന്ന രീതിയിൽ ഇനി അവരിത് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനി അവർക്ക് ഇങ്ങനെ ഒരു ചിന്തിക്കാൻ അവസ്ഥയില്ലാത്ത ഒരു രീതിയിലേക്ക് നമ്മളവരെ കൊണ്ടുപോകണം എന്നാണ് ഞാൻ പേഴ്സണലായിട്ട് വിശ്വസിക്കുന്നത്. ഈ ഒരു കോംപ്രമൈസ് ആയിട്ടുള്ള രീതിയിലല്ല വേണ്ടത്, തിരിച്ചും വളരെ ശക്തമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെ പോകണം. ആ കോംപ്രമൈസ് എന്നുള്ള രീതി മാറി. കോംപ്രമൈസ് രീതി നമ്മൾ ചിന്തിച്ച് എത്രയോ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ കോംപ്രമൈസ് ചെയ്ത് നമ്മുടെ പാകിസ്ഥാൻകാരെ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെ കൊണ്ട് കല്ലെറിയുന്ന അവസരം വരെ ഉണ്ടാക്കിയെടുത്തു. അതിൽ നിന്നൊക്കെ ഈ 370 അബ്രോഗേഷൻ ആയതിനു ശേഷം എന്തെല്ലാം വികസനങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത്. ആ വികസനങ്ങളെ ഇനി തിരിച്ചു കൊണ്ടുപോയി പഴയ ഒരു രീതിയിലാക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ ഏരിയ കൺട്രോൾ ചെയ്യുന്നതിന് ഇന്ന് പാകിസ്ഥാനിലെന്താ, ബലൂചിസ്ഥാനിലൊക്കെ എന്താ നടക്കുന്നത്? അവർക്കും പാകിസ്ഥാനിൽ നിൽക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ അവസരം. അതിനെ മുതലെടുത്തുകൊണ്ട് പാകിസ്ഥാൻ ഒരു പാഠം പഠിപ്പിക്കുന്ന രീതിയിലേക്ക് പോയി അവരെ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന്, ഇങ്ങനെ ടെററിസത്തിൽ നിന്ന് മാറ്റി അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്നൊരവസ്ഥയിലേക്കുള്ളൊരു പാഠം അവരെ പഠിപ്പിക്കാൻ ഇതൊരു അവസരമായിട്ട് കാണണം. അങ്ങനെ ലോകരാഷ്ട്രങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മുടെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസും നമ്മുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസും ഒക്കെ കൊണ്ടുവരാൻ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ ഭരണകൂടവും ഒക്കെ ശ്രമിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.